സമാധിയിലേക്ക് വന്നു, അയാൾ സമാധിയാവുന്നു. ഉദാഹരണമായിട്ട് ഇയാൾ ഈ മരിച്ചു എന്ന് പറഞ്ഞ ഗോപൻ സ്വാമി രാവിലെ കഞ്ഞി കുടിച്ചിരുന്നു, പിന്നെ പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും മരുന്ന് കഴിച്ചു. ഞാൻ സമാധിയാവുമെന്ന് മുൻകൂട്ടി പറഞ്ഞ ആളാണ് ഈ പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും മരുന്ന് കഴിച്ചതെന്ന് പറയുമ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സമാധിക്കിടയിൽ വല്ലതും സംഭവിച്ചാലോ, രക്തസമ്മർദ്ദം എങ്ങാനും കൂടിയാലോ സമാധിയാകെ കൊഞ്ഞാട്ടയാവുമല്ലോ എന്ന് കരുതിയായിരിക്കും പുള്ളി ചെയ്ത്. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലയോ, ഈ പൊസഷനൊന്നും പാടില്ല, ഒന്നും പാടില്ല. ദേഹം തന്നെ ഉപേക്ഷിക്കാൻ പോവാണ്. ദേഹം ഉപേക്ഷിക്കുക, ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും. ദേഹം ഉപേക്ഷിക്കുക, ദേഹി യാത്രയായി, ദേഹം ഉപേക്ഷിച്ചു, ദേഹമാണ് അവിടെ കിടന്ന് കത്തുന്നത്. ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രിമിസ് ഇവിടെ പറയണം. അത് വ്യത്യാസം ആളുകൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹവും ദേഹിയും. ദേഹം എന്ന് പറയുന്നത് ശരീരം. ദേഹി എന്ന് പറഞ്ഞാൽ ജീവൻ. ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അയാളുടെ ശരീരം അവിടെ ഉണ്ട്, പക്ഷെ അതിൽ നിന്ന് എന്തോ പോയി. എന്താ പോയെ പറ എന്താ പോയെ പറ, എന്തെങ്കിലും പോയോ? എന്താ പോയെ? ഇയാൾ എഴുന്നേറ്റ് നടന്നിരുന്ന ആളല്ലേ ആയിരുന്നു. അയാളെ എഴുന്നേറ്റ് നടത്തിയിരുന്നൊരു ഊർജം ഇപ്പം അതിനകത്തുണ്ടോ? അതില്ല. അതാണ് സാധനം. അതായത് ഇവരെ ഈ സിം കാർഡിലാണ് വിശ്വസിക്കുന്നത്. നമ്മളൊരു ഫോൺ ഇങ്ങനെ കൊണ്ടു നടക്കുന്നു, ആ ഫോണിനകത്ത് അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കോൾ ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് നിങ്ങൾ സിം കാർഡ് ഇടുന്നു. അപ്പോൾ നിങ്ങൾ ചറവറ വിളിക്കുന്നു, ഹലോ ഹായ് പോയി വിളിക്കുന്നു, അത് വർക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് പിന്നെ ഇവൻ കണക്ക് മൊത്തം വാട്സപ്പ് ഇതെല്ലാം ചാറ്റ് ചെയ്യുന്നതെല്ലാം ചെയ്യുന്നു. നിങ്ങൾ ഈ സിം ഒന്ന് ഊരി നോക്കെ, പിന്നെ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ആ സിം ഊരിയ ഫോണാണ് ഈ ജഡം അല്ലെങ്കിൽ ശരീരം എന്നാണ് മതഭാഷ്യം. മനസ്സിലായോ?